ഒരു ഫ്രണ്ട് ഉണ്ട് മൃറാഷ് വന്നിട്ട് അപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ശശിയേട്ടനാണ്. ശശിയേട്ടൻ ഹായ് പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ അടുത്ത് പോയത് ഞങ്ങൾ. ആ രാത്രി എന്നെ വിളിച്ച് പിന്നെ എന്നോട് പറയാ ഞാൻ ഇല്ലാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റൂല, ഞാൻ എങ്ങോട്ടും പോവും, എന്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ എന്നെ വിളിക്കണം, കല്യാണം കഴിച്ചില്ല എങ്ങനെ എന്നെ വിളിക്കണം, അങ്ങനെ പറഞ്ഞ ആളായത്. 3.5 വയസ്സിൽ പനി വന്ന, അതുവരെ 8 മാസം നടന്ന. പിന്നെ ആടുന്നൊരു പനി വന്ന് ഇങ്ങനെ തളർന്നു പോയി. ഞാൻ ചോദിച്ചു നടത്താൻ കണ്ടിട്ട് മതിയായോ, ബേക്കടിച്ചോന്ന് വെച്ച്. ഇല്ലാന്ന് പറഞ്ഞു. ഇന്നാലും ഞാൻ പോവില്ലാന്ന് സത്യമായിട്ടും. ശബരിമലയ്ക്ക് മാല ഇട്ട് എൻ്റെ അടുത്ത് വന്നതിനോട് പറഞ്ഞു മാല പിടിച്ചിട്ട് എന്നെ ഞാൻ കൈവിടൂല, ഞാൻ ഒഴിവാക്കൂല, എന്നെ ആര് പറഞ്ഞാലും ഞാൻ എന്നെ കൂട്ടു. അങ്ങനെ ഞാൻ 3-ാം തീയതി ദൈവത്തിന് മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ റെഡി ആയിക്കണം. അങ്ങനെ എനിക്ക് താലിയൊക്കെ വാങ്ങി എന്നെ വന്ന് വലിയ കൂട്ടി എൻ്റെ വീടിന്റെ വേക്കുന്ന് അങ്ങനെ അമ്പലത്തിൽ പോയി ആരും അറിയണ്ടെന്നുള്ളൊരു. അങ്ങനെ ഇളയമ്മ ആപ്പൻ വന്ന് ഞങ്ങളെ ആടുന്ന് നല്ലോണം സ്വീകരിച്ച് ഞങ്ങളെ എൻ്റെ വീട്ടിലെത്തിച്ചാണ് അപ്പനും ഇളയമേ മാറിപ്പോയത്. എന്തായാലും അംഗവൈകല്യം തന്നെ എല്ലാവർക്കും വരുന്നത്. നമ്മളിപ്പോ വീണാ തന്നെ അതിലെ അവസ്ഥയിലായി, ഇതിലും കഷ്ടപ്പെട്ട ഒരവസ്ഥയിലായി നമുക്ക് പറ്റുമോ? നാളെ ഇതിനെക്കാട്ടും കഷ്ടത്തിലായി നമ്മൾ ജയിക്കും. ആദ്യം ചേട്ടനാണോ ചേച്ചിയാണോ ഇഷ്ടം പറഞ്ഞത്? ചേട്ടൻ തന്നെ. മെയ് 21-ാം തീയതി രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു എന്റെ മോളാണെന്നോന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഇല്ല, എണീച്ചില്ല, ഞാൻ എണീക്കാൻ വൈകു. എന്നാ എന്റെ ചക്കര മോളിൽ നിന്ന് തൊട്ടിട്ട് ഏട്ടന്റെ ഭാര്യയാണ് തീരുമാനിച്ചു. അതാ സംഭവം. അങ്ങനെ ചേട്ടൻ ഇല്ലേ ഞാൻ ഇപ്പൊ ഇവിടെ എത്തൂലല്ലോ, നല്ല മനസ്സല്ലെങ്കിൽ എത്തൂലല്ലോ. പാടാം പാട്ടിന്റെ ശശിയേട്ടൻ അടുത്തിടെ ഒരു കല്യാണം കഴിച്ചിരുന്നു. അത് പ്രേമ വിവാഹമാണ്. റീന ചേച്ചിയാണ്. ചേച്ചിയുടെയും ചേട്ടന്റെയും പ്രേമകഥ കേൾക്കാനാണ് ഇവിടെ വന്നത്. കിഡിലൻ ട്വിസ്റ്റുള്ള പ്രേമകഥയാണ്. ചേട്ടാ ചേച്ചിനെ ഒന്ന് വിളിച്ചേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ചേച്ചി താരം, പ്രണയിനി, ഇപ്പൊ ജീവിത സഖി റീന ചേച്ചി. ഹായ് ചേച്ചി. റീന ചേച്ചി, നിങ്ങളുടെ കഥ കേട്ടിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. നിങ്ങളുടെ കഥ ചേച്ചി തന്നെ എന്നോട് പറയണം, കാരണം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രേമ വിവാഹം? ചേച്ചിക്ക് ഭയങ്കര നാണമാണല്ലോ. അത് എന്താ പറയാ, ഇവിടെ ഒരു 7 മാടം കിട്ടീനോ ഇവർക്ക് എല്ലാവരും കൂടി, കൂട്ടുകാരെല്ലാം കൂടി. അന്നപ്പോ ഒരു ഫ്രണ്ട് ഉണ്ട് മൃറാഷ് വന്നിട്ട്, മൂപ്പര ഫ്രണ്ടാ. അപ്പൊ ഞാൻ അവനെ വിളിച്ച് എന്നോട് സംസാരിച്ചപ്പോ ഞാൻ ആരാന്ന് ചോദിച്ചു. അപ്പൊ ശശിയേട്ടനാണ്. ശശിയേട്ടൻ ഹായ് പറഞ്ഞേക്കുന്നതാണ്. അങ്ങനെ അടുത്ത് പോയത് ഞങ്ങള്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ വിളിയും കോളും എന്റെ നമ്പർ വാങ്ങി മൂപ്പരെ വിളിച്ച് അങ്ങനെ ഇതായി. പിന്നെ ഞാൻ കുറെ ഒഴിഞ്ഞു പോയി, നല്ല ജീവിതം പോക്കണ്ടാന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പരെ വിട്ടില്ല. ഞാൻ ഇവിടെ എത്തി. ചേച്ചിയും ചേട്ടനും തൊട്ടയൽ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന അയൽക്കാരായിരുന്നു. ചേച്ചിക്ക് 3-ാം വയസ്സിൽ പോളിയോ ബാധിച്ചതാണ്. ശശിയേട്ടൻ എങ്ങനെയാണ് ചേച്ചീനെ ജീവിതത്തിലോട്ട് കൂട്ടിയത്? ഞാൻ ഒന്നുമില്ല, ഒരു വർഷമായിട്ടുള്ളൊരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് ഇടപെട്ട്. അപ്പൊ എനിക്ക് തോന്നി ഓളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്, ഓളും കുറെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കഴിയുന്നൊരു സമയം കൊണ്ട്